Hello, good evening, everyone. First of all, happy Mother's Day in advance. I know everybody may be going to get busy tomorrow, so it is we are so grateful to have Shija Joes. She will be joining today, and she is going to give us a very good topic on how we can maintain, our hair or beauty tips. I already did talk to Sheja. She is residing at Houston. Now she was actually had a beauty parlor at Kottayam, but it was named Limelight. So I don't know if anyone, when you were in Kerala, you guys met Sheja there. She is Sheja Jose Manyanga. So now she's also doing beauty parlor. She's doing her own business with the beauty parlor at Houston. So if any people for any kind of makeups or hair works, anything, I think if we can actually approach people who are in Houston or like nearby places, if we need, we can also approach her. So we are very thankful, like Shija will be doing, and giving our this beauty, whatever, like makeup or hairstyle or all the tips, so we can learn from her. So before we start, let's do a prayer. We're going to do Hail Mary. Hail Mary, full of grace, the Lord is with thee. Blessed are you among women, and blessed is the fruit of thy womb, Jesus. Holy Mary, Mother of God, pray for us sinners, now and hour of our death. Amen. ഈ ലോകത്തിന് മാതാവായി തന്ന ഈശോയെ, ഞങ്ങൾ മാതാവിന് മദേഴ്സ് ഡേ വരുന്ന ഈ സമയത്ത് ഞങ്ങളുടെ എല്ലാവരുടെയും മാതാവായ അമ്മ മാതാവിന് ഞങ്ങളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. അമ്മയുടെ വിവേകവും ജ്ഞാനവും സമചിത്തതയോടെ കൈകാര്യം ചെയ്യാനുള്ള എല്ലാ അനുഗ്രഹങ്ങളും എല്ലാ അമ്മമാരിലേക്കും പ്രദാനം ചെയ്യണമേ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെയും കുടുംബത്തെയും ഞങ്ങളുടെ സമൂഹത്തിലും നല്ല മാതൃകപരമായി ജീവിക്കാനും നല്ല അമ്മമാരായി തീരുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. അമ്മേ മാതാവേ, ഞങ്ങൾ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിക്കുന്നു. Okay, happy Mother's Day again. And Shija, you can introduce and we can start. Good evening, everyone. ഞാൻ ഷീജ മഞ്ഞാങ്കൽ. ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ എന്നെ പറഞ്ഞു പരിചയപ്പെടുത്തിയായിരുന്നല്ലോ അല്ലെ. അപ്പം എന്നാലും ഞാൻ പറയാണ്, ഞാൻ SH കൊണ്ട് ഇടവകക്കാരിയാണ് മഞ്ഞാങ്കല്. എനിക്ക് 3 പിള്ളേരാണ്, 3 പെൺപിള്ളേര്. ഞാൻ കോട്ടയത്താണ് പാർലർ നടത്തിക്കൊണ്ടിരുന്നത്. 2.5 വർഷമായിട്ട് ഇപ്പം ഹൂസ്റ്റണില് വീട്ടിൽ തന്നെ കട നടത്തിക്കൊണ്ടിരിക്കുന്നു. എൻ്റെ സ്വന്തം വീട് കരിങ്ങന്നത്ത് ചെമ്പനാലയാണ്. അപ്പം എല്ലാവർക്കും ഒരു ഹാപ്പി മദേഴ്സ് ഡേ. ഇനി നമുക്ക് തുടങ്ങാം. എന്തിനെ കുറിച്ചാണ് തുടങ്ങണേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെയറും മേക്കപ്പും അല്ലേ നമ്മൾ പറഞ്ഞിരിക്കുന്നത്. എനിക്കൊരാളെ ഞാൻ നല്ലപോലെ മേക്കപ്പ് ചെയ്യുവോ ഇത് ചെയ്യുകയോ ഒക്കെ ചെയ്യാം. പക്ഷെ എനിക്കിങ്ങനെ പറഞ്ഞൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ല, ക്ലാസ് എടുത്തൊരു എക്സ്പീരിയൻസ് ഇല്ല. അപ്പൊ എനിക്ക് അറിയാവുന്ന രീതിയിൽ ഞാൻ നിങ്ങളെ പറഞ്ഞു തരാം. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾക്കൊക്കെ ഒരു പാർട്ടിക്കൊക്കെ സിമ്പിൾ ആയിട്ടൊന്ന് പോകണമെങ്കിൽ ഒന്ന് തന്നെ ഒരു ഹെയർ സ്റ്റൈൽ ചെയ്യുന്നത് എങ്ങനെയാണെന്നൊന്ന് കാണിച്ചു തരാമെന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ അപ്പം അത്യാവശ്യം നമ്മളൊരു ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടി നമുക്ക് 2 സ്പ്രേ ആണ് ആവശ്യം. ഒരു ഹോൾഡിംഗ് സ്പ്രേ, ഒരു ഷൈനിങ് സ്പ്രേ. ഇത് രണ്ടും അത്യാവശ്യം കയ്യിലുണ്ടെങ്കിൽ നമുക്കൊന്ന് മുടിയൊന്ന് ഒതുങ്ങിയിരിക്കാനും ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കെല്ലാം ഇത് നല്ലതായിരിക്കും. പിന്നെ നമ്മളെ പാർട്ടിക്ക് പോകുന്നതിന് മുമ്പ് തല വാഷ് ചെയ്ത് ഒന്ന് ഷാമ്പു ഇട്ടിട്ട് ഒന്ന് ഡ്രയർ കൊണ്ട് ഉണക്കുവാണെങ്കിൽ നല്ല ഭംഗിയായിട്ട് തന്നെ മുടി കിടന്നോടും. കേൾക്കാമല്ലോ? അപ്പം നമ്മൾ ആദ്യം ഇപ്പം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം ഒരു ഇതുണ്ട്, സ്വന്തം ചെയ്യുമ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ട് പോർഷൻ ഇങ്ങോട്ട് മാറ്റിയിടുക. എപ്പോഴും ഫ്രണ്ട് പോർഷൻ മാറ്റിയിട്ടുണ്ട് ബാക്ക് വശം മാത്രം. ഇപ്പൊ ഞാൻ കെട്ടുന്ന ഒരു ഹെയർ സ്റ്റൈലാണ് കാണിക്കുന്നത്, കെട്ടി വെക്കുന്നത്. ഇപ്പം ബാക്കിലെ ക്യാമറ വേറെ വേണമായിരിക്കുമല്ലോ. ഇതിങ്ങനെ ഒരു റബ്ബർ ബാൻഡ് ഇടുക.
ഇതുണ്ട് മൂന്നാമത്തെ ഇതിൽ വന്നു കഴിയുമ്പോൾ ഇങ്ങനെ കാണാമല്ലോ. കാണാം. ഇങ്ങനെ അങ്ങ് തിരിഞ്ഞു നിന്നാ മതി. അപ്പം ഞങ്ങക്ക് കാണാം. കാണാമല്ലോ അല്ലേ? ഉം. ഇതിന്റെ ഈ ബാലൻസ് വരുന്ന മുടിയുടെ ഇപ്പൊ ഇത്ര മനസ്സിലായോ? അപ്പം ഇതിന്റെ ബാലൻസ് വരുന്നത് ഇങ്ങനെ റബ്ബർ ബാൻഡ് ഇടുക. ഒരു റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഇതിലോട്ട് ഇതുപോലൊരു യു പിൻ എടുത്ത് കൊണ്ടുവന്ന് അടിയിലോട്ട് ഇപ്പൊ എൻ്റെ അത് ലെയർ വെട്ടിക്കിടക്കുന്ന മുടിയായ കാരണം കുറെ മുടിയൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ നമ്മള് സ്പ്രേ അടിച്ച് ഒന്ന് ജസ്റ്റ് സ്പ്രേ അടിച്ചാൽ മതി. ഹെയർ സ്പ്രേ, ഹോൾഡിംഗ് സ്പ്രേ അടിച്ച് സ്പ്രേ അടിക്കണം. പിന്നെ നമ്മുടെ ഫ്രണ്ട് പോർഷൻ വരുമ്പോൾ ഫ്രണ്ട് പോർഷൻ ലാസ്റ്റ് നമുക്ക് എടുത്താൽ മതി. അപ്പൊ നമ്മുടെ ഫ്രണ്ടിലെ ഷേപ്പ് പോകാതിരിക്കുവേ. ഇങ്ങനെ താത്തി കൊണ്ടുവന്ന് ബാക്കിലോട്ട് ഒരു സ്ലൈഡ് ചെയ്യുക. ആ കെട്ടിന്റെ അടുത്ത് തന്നെ. ഷിജ, ഈ കുറച്ചുകൂടെ മുന്നോട്ട് വന്നാ മതി. ഈ ഇപ്പൊ ഈ കാണിക്കുന്ന ഈ ക്യാമറ ഇല്ലേ ഇപ്പൊ നോക്കുന്നേ, അതിന്റെ കുറച്ചുകൂടെ മുമ്പോട്ട് അങ്ങ് വന്നാ മതി. അപ്പൊ ഞങ്ങക്ക് വലിയ ഇതിൽ കാണാൻ പറ്റും ഇച്ചിരൂടെ അടുത്ത്. ഓക്കെ, ഇപ്പൊ കാണാവോ? കാണാം. ഇനിയിപ്പം ഇത് കണ്ടോ, ഇതിപ്പം ഇങ്ങനെ തന്നെ നമുക്ക് ഏത് ഷേപ്പിലാണ് ഇപ്പം നേരെ മേളിലോട്ട് വെക്കണമെങ്കിൽ ഇങ്ങനെ പോകാം. എപ്പോഴും ഈ ഫ്രണ്ട് പോർഷൻ ഇങ്ങനെ മാറ്റിയിടുവാണെങ്കിൽ ബാക്കി അങ്ങനെ കെട്ടി വെച്ചിട്ട് ഫ്രണ്ട് പോർഷൻ മാറ്റിയിടുവാണെങ്കിൽ നമുക്കിതിങ്ങനെ സൈഡിലോട്ട് എടുക്കണമെങ്കിൽ സൈഡിലോട്ട്, ഫ്രണ്ടിലോട്ട് വേണമെങ്കിൽ ഫ്രണ്ടിലോട്ട്, എന്നിട്ട് കണ്ടോ ഇങ്ങനെ ഒരു പീസ് ഇടുവോ അങ്ങനെ എന്തെങ്കിലും ചെയ്ത് ഇത് ഫ്രണ്ടിലോട്ട് എടുത്താലും താത്തി ഇങ്ങനെ ഒരു ഹാഫ് ചെവി ഇങ്ങനെ വന്ന് ഒന്ന് വെക്കുക. സ്ലൈഡ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ ഇണങ്ങുന്നവർക്ക്, ഇപ്പം ഇങ്ങനെ ചരിച്ച് ചെയ്യേണ്ടവർക്ക്, ചരിച്ചണങ്ങുന്നവർക്ക് ഇങ്ങനെ ചെയ്യാം. ഉണ്ടോ ഇങ്ങനെ. അപ്പൊ ഫ്രണ്ട് വശത്ത് വരുമ്പോൾ വലിയൊരു വ്യത്യാസം ഇല്ലാതെ, ഷേപ്പിന് ഒരു വലിയ വ്യത്യാസം ഇല്ലാതെ കിട്ടും. എന്നിട്ട് ഇങ്ങനെ ഒരു പീസ് കിട്ടണമെങ്കിൽ ഇടുവോ. പിന്നെ ഈ വരുന്ന മുടികള്, എക്സ്ട്രാ മുടികള് ഈ സൈഡ് വഴി ഒതുക്കി എന്റെ ഈ മുടിമുടി കാരണം ഇതങ്ങോട്ട് പുറകോട്ട് തിരിഞ്ഞ ഷിജ. ഇതിനെ നമ്മള് ഇങ്ങനെ ഇരിക്കുന്ന ഇതെല്ലാം സ്പ്രേ കൊടുത്ത് പയ്യെ ഒന്ന് ഒതുക്കിയാൽ മതി. എന്റെ മുടിക്ക് നീളമില്ലാത്ത കാരണമാണ് ഇതൊരു മെസ്സി പോലെയാണ് തോന്നുന്നത്. അപ്പം നമുക്ക് ഇതിന്റെ സൈഡില് ഇങ്ങനെ ഒരു ഫ്ലവർ വെച്ച് ചെയ്യുവോ. കാണാമോ? കാണാം. എന്നിട്ട് ആ ഫ്ലവറിനെ ഒരു യൂപ്പിന് തന്നെ ഇങ്ങനെ കൊടുക്കുക. അല്ല റൗണ്ടി മുല്ലപ്പൂ വെക്കാം.
ഈ സ്റ്റോണിന്റെ ഇത് വെപ്പോ റൗണ്ടി മുല്ലപ്പൂ വെപ്പോ അങ്ങനെ എന്തെങ്കിലും? വെളിച്ചത് ലൂസായിട്ട് കിടക്കുന്നു. മുറിമുടിയാണ്. ഇതെല്ലാം മുറിമുടി ഇങ്ങനെ കിടക്കുന്ന അതിനെ ഒന്ന് സൈഡിലോട്ട് ഒതുക്കിയാൽ മതി. അപ്പൊ എപ്പോഴും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി, ഫ്രണ്ട് പോർഷൻ മാത്രം നമ്മൾ അവസാനം കെട്ടാനായിട്ട്, ബാക്കി ഒന്ന് കെട്ടി വെച്ചിട്ട് അവസാനം കെട്ടാനായിട്ട് നോക്കിയാൽ മതി. മുടിയുള്ളവർക്കാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ, മുടിയുള്ളവർക്കാണെങ്കിൽ കുഴപ്പമില്ല അല്ലേ? മുടിയുള്ളവർക്കാണെങ്കിൽ നല്ല ബണ്ണായിട്ടിരുന്നോളും. നല്ല ബണ്ണായിട്ടിരുന്നോളും. ഇതിപ്പം ഇങ്ങനെ എനിക്കൊക്കെയാണെങ്കിലും മുടിയില്ല. മുടി ഇല്ലാത്തവർക്കാണേലും ഞാൻ വേറെ ഇത് തന്നെ എളുപ്പത്തിൽ വേറെ ഒന്ന് കാണിക്കാവേ. ഇനി പണ്ണ് പോലെ അല്ലെ നമ്മൾ ഈ ബണ്ണ് മേടിക്കത്തില്ലേ? ബണ്ണ് മേടിച്ചിട്ട് അത് കാണിക്കാം. ഓക്കെ. ഇതെല്ലാം എന്റെ മുടിക്ക് നീളക്കുറവായ കാരണം പാടാണ്. ഞാൻ വേറെ ഒരാളുടെ തലയിൽ കാണിക്കണോ അതെയോ മുറിമുടിയുള്ള കാരണം? ഇഷ്ടം പോലെ ചെയ്തോ. അതിനെന്ന് വെച്ചാൽ ഞാൻ വേണമെങ്കിൽ എനിക്ക് വട വെച്ച് കെട്ടുമ്പം നമുക്ക് എനിക്ക് തോന്നുന്നു നമുക്ക് തന്നെ ചെയ്യുവാണെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുമോ? നമ്മുടെ മെസ്സി ബൺ അല്ല, മെസ്സി ബണ്ണ് തന്നെ ചെയ്യാം. മെസ്സി ബണ്ണ് ഞാൻ ഒരെണ്ണം കാണിക്കുന്നുണ്ട് ഇന്ന്. അല്ലല്ല, ഞാൻ മറ്റേ ബണ്ണില്ലേ, അതിപ്പോ നമ്മള് തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണോ? ഇച്ചിരി നീളം ഉണ്ടെങ്കിൽ നമുക്ക് തന്നെ ചെയ്യാം. അത് ഞാനിപ്പോ കാണിക്കാം. ഓക്കെ. ഈ മുടിക്കെട്ട് ഇങ്ങനെ കെട്ടി വെക്കുമ്പോൾ നമ്മൾ എപ്പോഴും താത്തി കെട്ടി വെക്കുകയാണെങ്കിൽ ഷേപ്പിന് മാറ്റം വരികയായി. കണ്ടോ? ഇങ്ങനെ താത്തി കെട്ടി വെക്കണം. അത് കഴിഞ്ഞ് ഈ ഒരു വട, ഇരിക്കുന്ന വട ഇച്ചിരി വലിയ വടയാണ്, ഇത് ഇങ്ങനെ വെക്കുക. അതിനെ നമ്മൾ ഇങ്ങോട്ട് വെച്ചുകൊണ്ട് ഒരു ബാൻഡ് ഇടുക. ഇതിന്റെ മേളിലോട്ട് ഒരു ബാൻഡ് വട ഇടണേ. ഇതിന്റെ മേളിലോട്ട് ഒരു ബാൻഡ് വട ഇടുക. ഇത് കണ്ടോ? ഇങ്ങനെ ഇരിക്കും. അതിനെ ടൈറ്റ് ആണെന്ന് തോന്നുന്നില്ലെങ്കിൽ 2 യൂപ്പിന് വെക്കണം. അതായത് ഈ ടൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു യൂപ്പിന് ഇങ്ങനെ ഒരു യൂപ്പിന്. അപ്പം ഇതിന്റെ ബാലൻസ് മുടി ഇവിടെ ഉണ്ട്. നമുക്ക് ഇതിന്റെ ബാലൻസ് മുടി ഇതിപ്പോ എന്റെ ഇതിന് ലെങ്ത് ഇല്ല. ഇതിനെ നമ്മൾ മൊത്തത്തിൽ ഇതിനെ അങ്ങ് കവർ ചെയ്താൽ മതി. എന്നിട്ടത് താഴോട്ട് വെക്കുക. അപ്പം ഇതിനകത്തൊരു കുഞ്ഞ് റബ്ബർ ബാൻഡ് ഇട്ടാല് ഇങ്ങനെ കവർ ചെയ്തു. അപ്പൊ അത് കംപ്ലീറ്റ് കവർ ചെയ്താല് ഒരു വലുപ്പത്തിലൊരു ബണ്ണായി. ഇതിങ്ങനെ കവർ ചെയ്ത് വരുന്നത്. അപ്പൊ ആ വടയുടെ റൗണ്ട് കാണത്തുമില്ല. എനിക്കവിടെ മുടി കുറവായ കാരണമാണ് അങ്ങനെ. ഓക്കെ ആണോ? കാണാവോ? പിന്നെ ഇത് അതുപോലെ തന്നെ മുടി ഇല്ലെങ്കിൽ പോലെ അത് വന്നിട്ടുണ്ട് കേട്ടോ, നന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ അത് നമുക്ക് മുടി ഇങ്ങനെയുള്ള മുടിക്ക്
നമുക്ക് ചെയ്യാം. ഇപ്പം ഇവിടെ തിക്നെസ് കുറവാണെങ്കിൽ നമുക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് നമുക്ക് തന്നെ ചെയ്യാം. ബായ്ക്കോമ്പ് ചെയ്യാം. ഇതുണ്ടോ, ഇങ്ങനെ ഒന്ന് ബായ്ക്കോമ്പ് ചെയ്താൽ മനസ്സിലായോ? ഇച്ചിരി തിക്നെസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. Okay. അപ്പൊ അവിടെ അങ്ങ് പൊങ്ങി വരും, ഇച്ചിരി പഫി ആയിട്ടൊക്കെ നിൽക്കണമെങ്കിൽ. കണ്ടോ? അപ്പൊ അവിടെ ഇപ്പൊ ഇച്ചിരി ഒരു പഫി ആയിട്ട് വന്നില്ലേ? എന്നിട്ട് ഇങ്ങനെ തന്നെ താഴോട്ട് കൊണ്ടുവരിക. എന്നിട്ട് ആ ബണ്ണിന്റെ അടുത്ത് കൊണ്ടുവന്ന് ബണ്ണിന്റെ അവിടെ നമുക്ക് പുറമേന്ന് സ്ലൈഡ് കാണിയില്ലാത്ത രീതിയിൽ ഈ ബണ്ണിന്റെ അടുത്താവുമ്പോൾ അതിനെ ലൂസ് ആകാതിരിക്കാൻ വേണമെങ്കിൽ 2 സ്ലൈഡ് നമ്മൾ ഇങ്ങോട്ട് കൊടുത്താൽ മതി. ഇൻറ്റു ആയിട്ട് സ്ലൈഡ് എപ്പോഴും മുറുകാൻ വേണ്ടി ഇൻറ്റു ആയിട്ട് സ്ലൈഡ് കൊടുത്താൽ മതി. കണ്ടോ? ഇപ്പൊ ഇവിടെ എപ്പോഴും നമ്മൾ മുടി നീറ്റായിട്ട് ഫ്രണ്ട് ഇരിക്കാൻ വേണ്ടി ഒന്ന് ഡ്രയർ വെക്കണേ. കുളി കഴിഞ്ഞ് വെച്ചിട്ട് ഷാമ്പു ഇട്ട് ഈ മുടി കെട്ടുന്നതിന് മുമ്പ് ഒന്ന് ഡ്രയർ വെക്കുവാണെങ്കിൽ നീറ്റായിട്ട് ഇവിടെ ഇരുന്നോളൂ. ഇത് നമുക്ക് സെൻട്രൽ പാർട്ടീഷൻ എടുത്ത് ചെയ്യാനും, ഒരു പഴയ ഒരു സ്റ്റൈൽ ഉണ്ടല്ലോ, സെൻട്രൽ പാർട്ടീഷൻ എടുത്ത് ഇവിടെയൊക്കെ ഒരു ഇച്ചിരി മുല്ലപ്പൂ ഒക്കെ വെച്ച് കെട്ടാൻ വേണ്ടിയിട്ട് നല്ലതായിരിക്കും. ഇങ്ങനെ ഈ ബണ്ണ് വെച്ച് ഇങ്ങനെ കെട്ടുന്നതേ. നമുക്ക് മൈലാഞ്ചി ചന്തൻചാലത്ത് പരിപാടികൾക്ക് മുന്നാണെങ്കിൽ ഇപ്പൊ എല്ലാവരും മുല്ലപ്പൂ വെച്ച് പോകാറുണ്ടല്ലോ. എന്നിട്ട് ഇതിന്റെ ബാലൻസ് ഇങ്ങനെ ഇതിലെ തന്നെ ചുറ്റി കൊണ്ടുവരിക. കണ്ടോ? ഇതിന്റെ ബാലൻസ് ഉള്ളതല്ല ഇതിനെ കവർ ഇതിനെ ഇങ്ങനെ കൊണ്ടുവന്നാൽ മതി. ഇവിടുന്ന് നമ്മൾ ഇപ്പൊ ചെയ്ത ഫ്രണ്ട് എടുത്ത ഈ മുടി ഉണ്ടല്ലോ, ഈ ഫ്രണ്ട് എടുത്ത ഈ മുടി ഇങ്ങനെ ഇതിലെ കൊണ്ടുവന്നു എതിരെയോ ആണെങ്കിലും ഒതുക്കി വെച്ചാലും ഒട്ടത്തിൽ മുല്ലപ്പൂ വെച്ചേക്കും കാണത്തില്ല. മുല്ലപ്പൂ മുല്ലപ്പൂ കാണിക്കാം. ഇതെന്താ ആർട്ടിഫിഷ്യൽ മുല്ലപ്പൂവാണ്. ഇതിങ്ങനെ വെച്ച് സ്ലൈഡ് ചെയ്താൽ മതി. കാണാവോ? അപ്പൊ നമുക്ക് എപ്പോഴും മുടി താത്തി കെട്ടുമ്പോ അതിൻ്റെതായ ഒരു ഭംഗിയുണ്ട്. അപ്പം അതുപോലെ നമ്മൾ ഇങ്ങനെ പോണേ. ഈ ഫ്രണ്ട് എടുത്ത് കഴിയുമ്പോൾ ഇത്രയൊന്ന് നമ്മൾ ഇങ്ങനെ പോകുന്നതിലും ഭംഗി എനിക്ക് തോന്നുന്നത്, ഇപ്പൊ ഓരോരുത്തരുടെ മുഖം അനുസരിച്ച് വേണം കേട്ടോ അത് എടുക്കാനായിട്ട്. ഓരോരുത്തരുടെ ഇഷ്ടവും എല്ലാം നോക്കി ഇങ്ങനെയാണെങ്കിൽ ഇതിപ്പോ എല്ലാവർക്കും എളുപ്പത്തിൽ കെട്ടാവുന്ന ഒരു ഇതാണ് ഈ വടയുണ്ടെങ്കിൽ. ഇത്ര ഈ ഫ്രണ്ട് പോർഷനിലാണ് നമ്മുടെ ഷേപ്പ് എല്ലാം ഇരിക്കുന്നത്. അപ്പൊ പിന്നെ ആ ഷേപ്പ് അനുസരിച്ച് ചെയ്യാനായിട്ട് ഫ്രണ്ട് മാറ്റിയിട്ട് പിന്നീട് ചെയ്യുക, മുടി കെട്ടി വെച്ച് കഴിഞ്ഞ് വെച്ചിട്ട്. കാണാമല്ലോ? ഞാൻ മുല്ലപ്പൂ ഇത് ചെയ്തില്ല കേട്ടോ, കെട്ടി വെച്ചില്ല. ഇതിങ്ങനെ ഇത് ആർട്ടിഫിഷ്യൽ ആയ കാരണം വെക്കുന്നില്ല. ഞാൻ വെച്ചൊന്ന് കാണിക്കുന്നതേ ഉള്ളതേ ഉള്ളൂ. ഞാൻ കാണാമല്ലോ? എങ്ങനെയുണ്ട്? കുഴപ്പമില്ല. മനസ്സിലായോ? ഇത് ഒരു ഐഡിയ കിട്ടിയോ? എനിക്ക് നമുക്ക് മറ്റുള്ളവർക്ക് ചെയ്യാൻ എനിക്ക് കുറച്ചുകൂടി എളുപ്പമായിരിക്കും അല്ലേ നമ്മള്? അല്ല, ഇത് ഈ ബണ്ണ് വെച്ച് തന്നെ കെട്ടാം. മറ്റുള്ളവരെ അല്ലാതെ ഇതിപ്പം നമുക്കൊന്നും ഇല്ലല്ലോ. ഒരു ബണ്ണ് എടുക്കുക, അതിനെ ഒരു റബ്ബർ ബാൻഡോടെ എടുക്കുക, പിന്നെ അതിന്റെ ബാക്കി പോർഷൻ ഇങ്ങോട്ട് ഇപ്പുറത്തോട്ട് എടുത്താൽ മതിയല്ലോ. തന്നെയൊന്ന് തോന്നുന്നു. പിന്നെ ബാക്കി പൂ വെച്ച് കവർ ചെയ്യുമല്ലോ. ഇച്ചിരി പോരായ്മകളൊക്കെ ഉണ്ടെങ്കിലും എന്തെങ്കിലും ഒരു ഡെക്കറേഷൻ സാധനം വെച്ച് അവിടെ അങ്ങോട്ട് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. ഈ ഷീജ ഇങ്ങനെ ഈ ചെറിയ മുറി തലമുടിയൊക്കെ ഇങ്ങനെ സ്റ്റിക്കപ്പ് ചെയ്യുന്നത് ഹെയർ സ്പ്രേ വെച്ചാണോ നമ്മൾ ഒതുക്കേണ്ടത്? ഹെയർ സ്പ്രേ വെച്ചതുകൊണ്ടോ? നമുക്ക് ഇങ്ങനെ ഹെയർ സ്പ്രേ
ഈ ഹോൾഡിംഗ് സ്പ്രേ ഉണ്ട്. ഇത് ഹോൾഡിംഗ് സ്പ്രേ. പിന്നെ ഇത് എല്ലാം കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് മുടി ഡ്രൈ ആയിട്ടിരിക്കുന്നെന്ന് തോന്നിയ ഷൈനിങ് സ്പ്രേ എന്ന് പറഞ്ഞുകൊണ്ട് സ്പ്രേ ഉണ്ട്. അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലൊരു തിളക്കവും നല്ലൊരു ഫിനിഷിംഗ് ഉണ്ടാവും. ലാസ്റ്റ് മേളി മാത്രം ഒന്ന് അടിക്കാനായിട്ട് ഷൈനിങ് സ്പ്രേ. അതുപോലെ പിന്നെ ഒത്തിരി മുറിമുടികളൊക്കെ ഉണ്ടല്ലോ, ഈ കുഞ്ഞു കുഞ്ഞു മുറിമുടികളൊക്കെ ഉള്ളവർക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടും, ഒരു ജെല്ല് പോലെ. ഈ വാൾഗ്രീൻസിനെല്ലാം കിട്ടുന്ന ഒരു ഇതാണ്. അതിങ്ങനെ ജസ്റ്റ് ഒന്ന് വെച്ചാൽ മതി. ഇങ്ങനെ ഒന്ന് തൂത്ത് വിട്ടാൽ ഈ നാരുപോലെ ഇരിക്കുന്ന മുടികളൊക്കെ ഇല്ലേ, ബേബി ഹെയർ, അതൊക്കെ ഇങ്ങനെ ആ കുരുവിരാന്നിരിക്കുന്ന ആ ചെറിയ മുടികൾ ഒന്ന് ഇതായിക്കോളും. അതിന് ഇത് നല്ലതാണ്. ഇതൊരു ജെല്ലിന്റെ പേരൊന്ന് പറയാവോ? ഇത് ഞാനേ ഒരു പേനയൊക്കെ എടുത്തിട്ട് വരട്ടെ. എവിടെ നോക്കട്ടെ, നിങ്ങൾ എഴുതി വെക്കാം. ഒന്നുകൂടെ കാണിക്കാവോ ജെല്ല്? ഇത് ശരിക്കും പറഞ്ഞ ഇങ്ങനെ വാക്സ് സ്റ്റിക്ക് പോലെ ഇരിക്കുന്നല്ലോ, അതാണോ? അങ്ങനെ ഒരു സ്റ്റിക്കാണ്. ഇതിങ്ങനെ താഴെ നമ്മളിങ്ങനെ തള്ളി ഇടുന്ന ഒരു ഇതാ. അതുപോലെ തന്നെ ഒരു പ്രോഡക്റ്റ് ആണ് ഇതുണ്ടോ, ലോറിയലിന്റെ ഒക്കെ ഒരു, നമുക്ക് ചെറിയ നരകള് ഇപ്പൊ ഇവിടെ നരയുണ്ട്, ഈ നരയൊന്ന് കവർ ചെയ്യണം. അല്ലെങ്കിൽ ചിലർക്ക് മുടിയുടെ ഇവിടെയൊക്കെ സ്കാലപ്പ് നല്ലപോലെ തെളിഞ്ഞു കാണുമായിരിക്കും. അങ്ങനെയൊക്കെ വരുന്നവർക്ക് ഇതൊന്ന് സ്പ്രേ ചെയ്താൽ മതി. എന്റെ പേരൊന്ന് പറഞ്ഞ് ഏതാ അത്? മറ്റേത് റെഡ് ബീഡ് അല്ലെ ഷൈനി? ഷീജ റെഡ് ബീഡ് ആയിരുന്നു. ജെൽ ഏതായിരുന്നു? റെഡ് ബീഡ്. ഒന്ന് കാണിച്ച ചേച്ചി ആ ജെല്ല്. റെഡ് ഹെഡിന്റെ എന്തോ പേര്? ബെഡ് ആണ്, ബെഡ് ഹെഡ്. BED അല്ലേ? HED. അപ്പം അതുപോലെ തന്നെയാണ് ഈ മുടിയൊക്കെ ഒത്തിരി കൊഴിഞ്ഞു പോയിട്ട് ഈ സ്കാൽപ്പ് തെളിഞ്ഞു കാണുന്നവർക്കേ മുടിയെല്ലാം കെട്ടിക്കഴിഞ്ഞ് നമുക്ക് ഇങ്ങനെ ഇപ്പൊ ഇവിടെ എല്ലാം കാണുവാൻ നമുക്ക് ഇച്ചിരി ഇത് ഒരു ഇതായിട്ട് കാണുവാണെങ്കിൽ ഇതുണ്ടോ, ഇങ്ങനെ ഒരു സ്പ്രേ അത് അങ്ങോട്ട് ഞെക്കി അടിച്ചാൽ മതി. കാണാം. അപ്പൊ നമുക്ക് ആ ഒരു ഗ്യാപ്പ് തോന്നുന്ന ഇത് ലോറിയലിന്റെ ഇതുണ്ടോ, കുഞ്ഞു കുപ്പിയാണ്. ഇതിന്റെ പല കളറുണ്ട്. ഡാർക്ക്, നമുക്കിപ്പം കളർ ഹെയർ ആണോ ഉള്ളവർക്ക് ഇതുണ്ടോ. അതിന്റെ പേരെന്നാ? അതിന്റെ പേരെന്നാ? പല കളറുകൾ നമുക്ക് വാൾമാർട്ടിലും ഇങ്ങനെ എല്ലാം കിട്ടാനുണ്ട്. ലോറിയലിന്റെ മാജിക് റീടച്ച്. അതിന്റെ ബ്ലാക്ക് ഉണ്ട്, ഡാർക്കസ്റ്റ് ബ്രൗൺ ഉണ്ട്. പിന്നെ കളർക്കാർക്കൊക്കെ ഇങ്ങനെയുള്ള എടുക്കാം. നമ്മുടെ മുടിയുടെ കളർ ഏതാന്ന് വെച്ചാല് അത് നമുക്കിപ്പം അല്ലാത്ത സമയങ്ങളിലെല്ലാം ഉപയോഗിക്കാൻ നല്ലതായിട്ട്. കാരണം ഈ സ്കാൽപ്പ് തെളിഞ്ഞ് കാണുമ്പോൾ നമുക്കിപ്പം ജോലിക്ക് പോകുമ്പോഴാണേലും അല്ല ഇച്ചിരി നരയുണ്ട്, പെട്ടെന്ന് ഡൈ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ഇതൊന്ന് അടിച്ചു വിട്ടിട്ട് പോയാൽ ഒരു ദിവസം 2 ദിവസമൊക്കെ നിന്നോളും, തല കഴുകുവോളം ഒക്കെ. നമ്മൾ ഈ എല്ലാ കടയിലും ഹെയർ ഡൈയുടെ സെക്ഷനിൽ ഇതുണ്ടാവും അല്ലേ? ഉണ്ട്. ഇത് നല്ലതാണ്, എല്ലാവർക്കും എപ്പോഴും ഉപയോഗമുള്ള ഒരു സാധനം. ഇത് ഒരെണ്ണം മേടിച്ചു വെച്ചാല് എമർജൻസി കേസുകളിലൊക്കെ ഉപയോഗിക്കാം. ആ ചാറ്റിലൊന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഈ പേരുകളൊക്കെ? ഈ ഷൈനിങ് സ്പ്രേയുടെ അതൊക്കെ പോസ്റ്റ് ചെയ്യാൻ പറ്റുമോ? അതൊന്ന് പറയാൻ പറ്റുമോ? ട്രെസമയുടെ നമ്മൾ ആദ്യം ഉപയോഗിക്കുന്ന ട്രെസമയുടെ ഇത് അല്ലേ, ഹോൾഡിംഗ് സ്പ്രേ. സാലീസ ഇങ്ങനെയുള്ളിടത്തെല്ലാം കിട്ടും. കിട്ടുന്ന. പിന്നെ അടുത്തത് ഷൈനിങ് സ്പ്രേ അല്ലേ? പിന്നെ അല്ലെങ്കിൽ ഓയിൽ സ്പ്രേ ഉണ്ട് കേട്ടോ. ഓയിൽ സ്പ്രേ നമുക്ക് വലിയൊരു ആവശ്യമില്ല. ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്നവർക്ക് ഓയിൽ സ്പ്രേ അടിച്ചാല് ഇച്ചിരി ഓയിലി ലുക്ക് വേണ്ടുന്നവർക്ക് അതിന്റെ വലിയ ആവശ്യത്തിന് അത് ഞാൻ കാണിച്ചു തരാം. അതിന്റെ ഒരു ഇതാണ് ഓയിൽ സ്പ്രേ. ഓയിലി ഫിനിഷിങ് വേണ്ടിയവർക്ക്, അല്ലാത്തവർക്ക് ഈ ഷൈനിങ് സ്പ്രേയും ഹോൾഡിംഗ് സ്പ്രേയും മാത്രം മതി.
ഷീജ, ഇത് ഈ ആരസോൾ വഴി ഇങ്ങനെ വരുന്ന ആ ഒരു സ്പ്രേ ആണോ ബെറ്റർ ദാൻ ഈ വെള്ളം ഇങ്ങനെ പോലെ ഇങ്ങനെ വരുന്ന സ്പ്രേ ഉണ്ടല്ലോ, സ്പ്രേ ബോട്ടിലില്? അതല്ല, അതിനേക്കാളും അത് സിറോ അല്ലേ, വെള്ളം പോലെ വരുന്നത് അത് സിറോ അല്ലേ? അല്ല, ചില ഹെയർ സ്പ്രേ അങ്ങനെ വെള്ളം പോലെ ഉണ്ടല്ലോ. ഇങ്ങനെ ട്രാൻസ്പെറന്റ് ആയിട്ട് കാണുന്ന ബോട്ടില്, ഓക്കെ. അതല്ലേ ഉദ്ദേശിച്ചത്? യാ. സ്പ്രേ എപ്പോഴും ഇങ്ങനെ ഒരു, അതായത് എന്താ പറയുന്നേ, ഇങ്ങനെ ഉള്ള ഒരു ബോട്ടിലുകൾ ഇതിന്റെ പലതുണ്ട്, നമുക്ക് നാട്ടിൽ കിട്ടുന്നതാണെങ്കിൽ ഇതുണ്ടോ, നോവാടെ ഇങ്ങനെയുള്ള സ്പ്രേകള്. ഇതൊക്കെയാണ് സ്പ്രേ ആയിട്ട് വരുന്നത്. പിന്നെ നമുക്ക് മുടിയുടെ അത്യാവശ്യം വേണ്ടി തന്നെതാ ഇങ്ങനെയുള്ള ഹെയർ പിന്നെ പിന്നെ ഇത്രയോ കാര്യങ്ങളൊക്കെ ഉള്ളൂ. ഡെക്കറേഷൻ ആണേലും ചെറിയ നമുക്ക് ഈ ചെറിയ റോസപ്പൂ കിട്ടിയല്ലേ, റോസപ്പൂ ആണേലും സെന്ററിൽ കൂടെ ഒരു യൂപ്പിന് കുത്തി ഇറക്കിയാൽ നമുക്ക് ഇങ്ങനെ സൈഡിൽ കൊടുക്കാൻ പറ്റും. അറിയാവോ? ഫ്രഷ് റോസപ്പൂ മേടിച്ച് അതിനകത്ത് അതിന്റെ തണ്ട് അടർത്തി കളഞ്ഞു വെച്ചിട്ട് അതിന്റെ സെന്റർ വഴി യൂപ്പിന് കുത്തി ഇറക്കുക. എന്നിട്ട് അതിങ്ങനെ കൊടുത്താൽ മതി. ഞാനിപ്പോ ഒരു ഇപ്പൊ ഒരു ആർട്ടിഫിഷ്യൽ ഫ്ലവർ ആണ്. അപ്പം ഇതിനകത്തോടെ ഇതുണ്ടോ ഇങ്ങനെ ഇറക്കണം. ഇങ്ങനെ ഇറങ്ങി അത് താഴെ വരുമ്പോ ഇപ്പൊ ഈ തണ്ട് കട്ട് ചെയ്ത് കളഞ്ഞ് ഇതിനകത്തോടെ ഇങ്ങനെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അപ്പൊ അത് നമുക്ക് സ്ലൈഡ് കുത്തുന്ന പോലെ തന്നെ ഇങ്ങനെ കുത്തി ഇറക്കിയാല് അവിടെ ഫ്ലവർ ആയിട്ട് നമുക്ക് ഈ ഹെയറിന് ഇങ്ങനെ ചുറ്റും ഇപ്പൊ എല്ലാവരും റോസപ്പൂ വെക്കൂല്ലോ, അതുപോലെ തന്നെ ജിപ്സോഫീലിയ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ബേബി സ്പെർത്ത് ഒരു ഫ്ലവർ ഉണ്ടല്ലോ വെള്ള, അതുമൊക്കെ ഹെയർ ഡെക്കറേഷൻ നല്ലതായിരിക്കും. ഇപ്പൊ ഞാൻ നീളമുള്ള മുടിക്ക് വേണ്ടിയിട്ട് ഒരു മെസ്സി ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാം. കുറച്ച് ഒത്തിരി നീളമില്ല, ആവറേജ് മുടിക്കാർക്കൊക്കെ ചെയ്യാവുന്ന ഒരു മെസ്സി ഹെയർ സ്റ്റൈൽ ഇപ്പൊ കാണിക്കട്ടെ. 2 ഹെയർ സ്റ്റൈൽ ഒന്ന് കാണിക്കാമെന്ന് തോന്നുന്നു. ഇത് വീണ പിള്ളേരുടെ ഫ്രണ്ടാണ്. വീണയുടെ മുടിയെ ഞാൻ ഒരു മെസ്സി ഹെയർ സ്റ്റൈൽ കാണിച്ചു തരാതെ. വീണയുടെ മുടി ഇപ്പൊ ചുമ്മാ ഇത് ഇങ്ങനെ കെട്ടി വെച്ചിരിക്കുക, കാണാമല്ലോ, ബാൻഡിട്ട് ചുമ്മാ കെട്ടി വെച്ചിരിക്കുകയാണ്. ഇതിനെ നമ്മള് രണ്ടാക്കി എടുത്തു. ഇത് കണ്ടോ, രണ്ടാക്കി എടുത്ത് ഒരു പോർഷൻ മാറ്റി വെച്ചു. ഇപ്പൊ നമ്മൾ തന്നെ ചെയ്യുമ്പോൾ നിങ്ങൾ തന്നെ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു പോർഷൻ എടുത്തു, ഒരു പോർഷനിലോട്ട് ക്ലിപ്പ് ഇട്ടു, മാറ്റി വെച്ചു, ഇത്രേ ഉള്ളൂ. അപ്പം ഇത് ഇത്ര നീളമുണ്ട്. ഇതിനെ നമ്മൾ ചുമ്മാ പിരിക്കുക. പിരിച്ച് നമ്മൾ നാട്ടിൽ ചുമ്മാ വീട്ടിൽ കൂടെ കെട്ടി വെക്കുകയല്ലേ എന്ന രീതിയിൽ ചുമ്മാ കെട്ടുക, ഓർത്ത് വലിച്ച്. ഇതിന് പണ്ടത്തെ മായക്കെട്ട് പോലെ തന്നെ ഒന്ന് ഓർത്തിങ്ങെടുത്ത് ചുറ്റിയെടുത്ത് ഒരു 2-3 യൂപ്പിന് നമുക്ക് മുറുകാൻ പാകത്തിന്. അപ്പൊ യൂപ്പിന് മുറുകാൻ വേണ്ടിയിട്ട്
അതിനെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ തിരിച്ചു കുത്തുവാണെങ്കിൽ പെട്ടെന്ന് മുറുകി കിട്ടും. പിന്നെ ബാക്കിത്തെ ഈ പോർഷൻ മുടി ഇതെടുത്ത് ഇതിനെ നമ്മൾ സാധാ മുടി പിന്നുന്ന പോലെ പിന്നുക. ഇത്രയും പിന്നി ഇതിനകത്ത് ചെറിയൊരു വൃത്തിയിലൊരു റബ്ബർ ബാൻഡ് ഇട്ടു. ഇതിനെ ഒന്നും ഇല്ല, ചുമ്മാ ഇങ്ങനെ കവർ ചെയ്താൽ മതി. ആ വെച്ചിരുന്ന മുടി തന്നെ ഒന്ന് കവർ ചെയ്തു. ഇതിപ്പോ ഇച്ചിരി നീളമുണ്ട്, ലെയറൊക്കെ വെട്ടിയതാണേലും മുറിഞ്ഞു കിടന്നാലും കുഴപ്പമില്ലാത്ത മുടിയാണ്. അപ്പം മെസ്സി ഹെയർ സ്റ്റൈൽ അല്ല ഉദ്ദേശിക്കുന്നത്. ഇതിനെ വിടർത്തിയാൽ ആ പിന്നലിനെ എല്ലാം ഒന്ന് ലൂസാക്കി വിടുക. എന്നിട്ട് ഫ്രണ്ട് വശത്ത് പീസ് ഇട്ടു. കാണാവോ? Yeah, that looks beautiful. നല്ലതായിട്ടുണ്ട് കേട്ടോ, നല്ലതാ. ഇത് ചുമ്മാ സിമ്പിൾ അല്ലേ? കണ്ടപ്പം തോന്നുന്നുണ്ടോ ഇത് സിമ്പിളാന്ന്? ഇത് ഇച്ചിരി ഇങ്ങനെ കുറിഞ്ഞു മുടിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇങ്ങോട്ട് കിടന്നാലൊന്നും കുഴപ്പമില്ല. രണ്ടായിട്ട് എടുക്കുക, കെട്ടിവെക്കുക, 2 പോർഷൻ ആക്കുക. ഒരു പോർഷന് നമ്മൾ ചുമ്മാ ഒരു മായ്ക്കെട്ട് കെട്ടുക, രണ്ടാമത്തേത് പിന്നി അതിനെ കവർ ചെയ്യുക. കവർ ചെയ്ത് ഇങ്ങനെ ഇങ്ങനെ വേണേലും ഇങ്ങോട്ട് മാറ്റി ഇതുണ്ടോ വലിച്ചൊക്കെ എടുത്താലും ക്യാമറ പിടിക്കാവോ? ക്യാമറ തിരിച്ചു പിടിക്കണം. എപ്പോഴും ഇങ്ങനത്തെ സ്ലൈഡുകൾ കുത്തുവാണെങ്കിൽ മുറുകിയിരിക്കാൻ എളുപ്പമായിരിക്കും കേട്ടോ. യൂപ്പിന് കുത്തുന്നതിൽ നിങ്ങൾ തന്നെ മുടി കെട്ടുമ്പോൾ. ഷീജ, കുറച്ച് ലൈറ്റ് അങ്ങോട്ട് അടിക്കാനായിട്ട് എന്തെങ്കിലും മാർഗമുണ്ടോ? എന്നാ പിന്നെ നമുക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് കാണാം. ഇച്ചിരി ഡാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത്. ദാറ്റ്സ് മച്ച് ബെറ്റർ. ഓക്കെ. ഐ തിങ്ക് ഇറ്റ്സ് ജസ്റ്റ് ആംഗിളിലെ നമ്മൾ കാണുന്ന ആംഗിൾ. ഇത് പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട് വശം നമ്മള് മാറ്റി വെച്ചിട്ട് ഇതിനെ ഇങ്ങനെ ചുറ്റി കൊണ്ടുവന്നാൽ മതി. ഇവിടെ സ്ലൈഡ് കുത്തിയിട്ട് കൊച്ചുകുട്ടിയാണ് സെന്റർ പാർട്ടീഷനൊക്കെ ഓക്കെ ആയി. ഇത് മനസ്സിലായോ? ഇതിനകത്ത് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? തന്നെ ചെയ്യാമെന്ന് തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും? മുടിയില്ല, നമുക്കൊക്കെ ചെയ്യാം, പിള്ളേർക്ക് ചെയ്യിക്കാം. പിള്ളേരുടെ മുടി വേണം. അതെ അതെ. താങ്ക് യു മോളെ ഫോർ വോളണ്ടിയറിംഗ്. ഇനിയിപ്പോ എന്നാ മേക്കപ്പിനെ കുറിച്ച് നോക്കണോ? മേക്കപ്പ് ചെറിയ ടിപ്സ് ഒക്കെ എന്ന് പറഞ്ഞതാ നമ്മളൊരു. കുറിച്ച് വല്ല ഡൗട്ട് ഉണ്ടോ? ഇനി അഴിച്ചിട്ട് ഇങ്ങനെ കേളി ചെയ്തിടണ, അയണിട്ട് കേളി ചെയ്യുന്ന കാര്യമോ അതൊക്കെ അറിയാം? തന്നെ ചെയ്യണമെങ്കിൽ അയണിട്ട് ചെയ്യാം. അതൊക്കെ അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. ആർക്കെങ്കിലും ഒത്തിരി ഓഡിയൻസ് ഉണ്ടല്ലോ, പാർട്ടിസിപ്പൻസ് ആരെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ, അൺമ്യൂട്ട് ചെയ്തിട്ട്. ഷീജ, എന്നാ ഇപ്പം മേക്കപ്പിലേക്ക് നമുക്ക് എന്നാ കടക്കാം.
മേക്കപ്പിലോട്ട് പോകാം. മേക്കപ്പ് നമ്മള് പറഞ്ഞാൽ മതിയോ അതെയോ ചെയ്ത് കാണിക്കണോ? ഷീജയ്ക്ക് എന്താ നമ്മള് എളുപ്പം വെച്ചാ whatever. എന്താന്ന് ചോദിച്ചാൽ അതൊക്കെ base- കുറെയൊക്കെ ചെയ്യുന്നതായിരിക്കും. പിന്നെ ബേസിക് മേക്കപ്പിനെ കുറിച്ച് പറഞ്ഞു തരാം. പിന്നെ വേണമെങ്കിൽ ഞാൻ ഒരാളെ ഇത് കാണിച്ചു എടുക്കാം. കൺസീലറും കളർ കറക്ടറും ഒക്കെ ഇടുന്നത് വേണേ കാണിക്കാം. ഓക്കെ. അന്ന് ഞാൻ മോളെ ഇരുത്താവേ. അപ്പൊ നമ്മള് മേക്കപ്പ് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ക്രീം ഇടണം, സ്ട്രോ ക്രീം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം. ഞാനിപ്പോ ഇവിടെ ഉപയോഗിക്കുന്ന ഒരു ഇതാണ്. ഏതെങ്കിലും മോയ്സ്ചറൈസിംഗ് ക്രീം ഉപയോഗിക്കുക അല്ലേ? നമ്മളിപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്രീം ക്രീമിന്റെ പേരാണ് ഇതിപ്പോ മാക്കിന്റെ ഒരു സ്ട്രോ ക്രീമാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഓക്കെ. ഇതാണ് മേക്കപ്പ് ലാസ്റ്റ് ചെയ്യാൻ നല്ലതാണ്. ഒരു ഗ്ലോ ഉണ്ട്, നല്ലൊരു ഇതാണ്. അപ്പം ഇത് പ്രൈമർ ആണോ ഷിജാറ്റി? ഇത് പ്രൈമർ ആയിട്ട് വരും. ചേച്ചി അതിന്റെ പടം ഒന്ന് ഇട്ടേക്കാവോ ഈ ചാറ്റിനകത്ത് മറ്റേ ഇട്ട പോലെ? താങ്ക് യു. ഇതിടുമ്പോൾ തന്നെ ഒരു ഗ്ലോ ഉണ്ട്. നമ്മൾ എന്തിട്ടാലും നെക്കിലും കൂടെ കൂടി ഇടണേ. ഇത് കണ്ടോ, ഇതൊരു കളർ കറക്ടർ ആണ്. ഇത് നമുക്ക് ഡെയിലി യൂസിന് നല്ലതാണ്, ഉപയോഗിക്കാൻ എളുപ്പമുണ്ട്. ഇത് ഇപ്പൊ ഇതുണ്ടോ ഈ പാടിന് ഇത് നാസിന്റെ ഒരു കൺസീലർ ആണ്. ഇത് രണ്ടും കൂടെ മിക്സ് ചെയ്താൽ ഈ പാട് റെഡി ചെയ്തു. കാണാമോ? ഇപ്പൊ മുഖത്ത് ഒത്തിരി ഇങ്ങനെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ ഈ കൺസീലറും ഈ കളർ ഇത് മാത്രം ഇട്ട് കഴിഞ്ഞാലും ഫൗണ്ടേഷൻ ഇടണമെന്ന് വലിയ നിർബന്ധമൊന്നുമില്ല. നമുക്ക് ഏകദേശം മുഖത്തൊരു കവർ ചെയ്ത് പോയെങ്കിൽ. രണ്ടാമത്തെ കൺസീലറിന് മുമ്പ് ഇട്ടത് അതിന്റെ പേരെന്തായിരുന്നു? കളർ ഏതായിരുന്നു? കളർ കറക്ടർ. രണ്ടാം കളർ കറക്ടർ. ഇത് കളർ ഇത് നമുക്ക് പല ഇതിലുണ്ട്. അത് ലിക്വിഡ് ഇത് കണ്ടോ, ഇത് പല ഷെയ്ഡ്. ഇത് മിക്സ് ചെയ്തെടുത്താലും നമ്മുടെ സ്കിൻ ടോൺ അനുസരിച്ച് ഇടാം. ഇതുകൊണ്ട് ഇതിങ്ങനെ ഓരോരുത്തർ രണ്ടും കൂടെ മിക്സ് ചെയ്താൽ സ്കിൻ ടോണിലേക്ക് പോകും. കറക്റ്റ് ഇതാണെങ്കിൽ 6 ഷെയ്ഡ് ഉണ്ട്. അപ്പം ഇതിൽ ഏത് ഷെയ്ഡാണ്? നമുക്ക് ചിലർക്ക് ഡാർക്ക് സ്പോട്ടുകൾ കാണും, ലൈറ്റ് ആയിരിക്കും. പലതിനും പലതാക്കി ഇതും കൂടെ കറക്റ്റ് ചെയ്ത ഒരു കളർ കിട്ടും. അങ്ങനെ മാറ്റി മറിച്ചും എടുത്താൽ
അപ്പം നമ്മൾ പോകും, എല്ലാവർക്കും ഇങ്ങനെ ഒന്ന് ഇട്ട് ഇത്രയും സമയം ഉണ്ടാവണമെന്നൊന്നുമില്ല. അപ്പൊ ഈ വലിയ പാടുകൾ ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ഒന്ന് നോക്കിയാൽ മതി. അല്ലാത്തതിനൊക്കെ ചെറിയൊരു ഫൗണ്ടേഷനും ഇട്ട് ഋഷിജാന്റെ മേക്കപ്പിന്റെ ടിപ്പുകളൊക്കെ മധ്യസ്ഥ പ്രമാണിച്ചുള്ള ഒരു ആരാ പറയുന്നത്? വീഡിയോയിൽ ആരെയും കാണാനും ഇല്ലല്ലോ. സോറി ഋഷിജാന്റെ സൗമ്യയാ ഷിക്കാഗോയിന്ന്. സൗമ്യ, സൗമ്യ ഓൾറെഡി ഒരു പഠിത്തം കഴിഞ്ഞതാണ്, ബ്യൂട്ടീഷ്യൻ കോഴ്സ് ഒക്കെ. അത് കാരണം സൗമ്യക്ക് ഇതെല്ലാം അറിയാവുന്നതാണ് അല്ലേ സൗമ്യ? പിന്നെ ഗുരു അല്ലേ ഗുരു. ഫൗണ്ടേഷൻ അധികം ഇടണമെന്നില്ല നമുക്ക് എല്ലാവരുടെയും മുഖത്ത് കേട്ടോ. നമ്മൾ മേക്കപ്പ് ചെയ്യുമ്പോൾ എപ്പോഴും ഐ മേക്കപ്പ് കഴിഞ്ഞിട്ട് ചെയ്യുവാണെങ്കിൽ നല്ലത്. ഇതിപ്പോ ഞാൻ ഫേസിലാണ് തുടങ്ങിയിരിക്കുന്നത്. നമ്മൾ കറക്റ്റ് ഒന്നുകൂടെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. കണ്ണിനടി കറുപ്പുള്ളവർക്കും ഇത് തന്നെ ഇവിടെ ഉപയോഗിക്കാവേ. നമുക്ക് ഐ മേക്കപ്പ്
ഐ മേക്കപ്പ് വരുമ്പം നമ്മൾ ഐബോളയിൽ ഒരു ഡാർക്ക് കളർ ഇട്ട് കൊടുക്കുക. ഇത് ഐബോൾ. നമ്മുടെ ഡ്രസ്സിൻ്റെ കളറും എന്താ സൂട്ട് ചെയ്യുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച് ഇപ്പം ഞാനൊരു മെറൂൺ ഷെയ്ഡ് പോലത്തെ ഒരു ഷെയ്ഡാണ്, ഇച്ചിരി ഗ്ലിറ്ററി ഇതുള്ളതാണ് ഇട്ടിരിക്കുന്നത്. ഐബോളെ മാത്രം ഇതൊരു ശകലം കണ്ണിൻ്റെ ഈ ലൈനിൽ കൂടെ ഒരു ശകലം ആ ഇട്ട കളർ തന്നെ ഇവിടെ ഒന്ന് കൊടുക്കുവാണെങ്കിൽ ഭംഗിയായിരിക്കും. എപ്പോഴും മേളിൽ ലൈറ്റ് ഷെയ്ഡ് കൊടുക്കുക. ഇനി ഗ്ലിറ്റർ വേണമെങ്കിൽ ശകലം ഒന്ന് ടച്ച് ചെയ്ത് വിടുക. സിമ്പിളായിട്ട് പിന്നെ ഐലൈനർ ഉപയോഗിക്കുമ്പോൾ ജെൽ ഐലൈനർ ആണ് ഞാൻ ഉപയോഗിക്കുന്നത്. നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പാടാണോ എന്താണെന്ന് അറിയത്തില്ല. അല്ലാത്തവർക്ക് സാധാ ഐലൈനർ ഉപയോഗിക്കാം. ജെൽ ഐലൈനറിന് ഒരു ഫിനിഷിംഗ് ഉണ്ട്, ചെയ്ത് കഴിയുമ്പോൾ മറ്റേ വരച്ച പോലെ അങ്ങ് വരികയില്ല. മറ്റേ അല്ലെങ്കിൽ ഇപ്പം ഇവിടെ കിട്ടുന്ന നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ എളുപ്പം ഇതാണെങ്കിൽ ഇത് വെച്ച് ഐലൈനർ വരയ്ക്കുക. കണ്ണിനകം വാട്ടർ ലൈനിൽ കൂടെ കണ്ണിനകം എഴുതുക. അപ്പം കണ്ണ് നിറഞ്ഞു പോകത്തുമില്ല. പുറത്തെ ആ ലൈനിൽ കൂടെ വരയ്ക്കണേ. ഇത് നല്ലൊരു ഇതാണ് കണ്ണിനകം എഴുതാനായിട്ട്. പിന്നെ എപ്പോഴും താഴേന്ന് മുകളിലോട്ട് മസ്കാര. ഇത് ഡ്രൈ ആയി കഴിയുമ്പോൾ ഒന്നോടെ ഇടുവാണെങ്കിൽ ഇച്ചിരി കൂടെ തിക്നെസ് തോന്നിക്കും.
ബ്ലഷ് തന്നെ 3 ടൈപ്പിലാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഇപ്പം ഒരാൾക്ക് ഒരു ടൈപ്പ് മതി, ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുള്ളതേ ഉള്ളൂ. ഇത് പൗഡർ ടൈപ്പ്, ഇത് ഒരു ലിക്വിഡ് ടൈപ്പ്. ഇതൊക്കെയാണ് നല്ലൊരു ഇതാണ്. പൗഡറിനേക്കാളും ഫിനിഷിംഗ് ഉണ്ട് ഈ ലിക്വിഡ് ടൈപ്പ്. പിന്നെ ഇത് സ്റ്റിക്ക് ടൈപ്പ് ആണ്. ഇത് തന്നെ ഉപയോഗിക്കുന്നവർക്ക് നല്ല ഒരു ഗ്ലേസിംഗ് ഉണ്ട്. ഇത് ഐബ്രോ വരയ്ക്കുന്ന ഒരു പെൻസിലാണ്. ഇതെപ്പോഴും നമ്മൾ ലൈറ്റ് ബ്രൗൺ കളറാണ് നമ്മുടെയൊക്കെ ഹെയറിന് ഐബ്രോയ്ക്ക് പറ്റിയത്. ഹെയറിനാണേലും ഡൈ ഒക്കെ ഇടുമ്പം ഡാർക്കസ്റ്റ് ബ്രൗണ്. ബ്ലാക്ക് നമ്മുടെ ഒരു ഹെയറിന്റെ കളർ അല്ലല്ലോ, അപ്പം നമ്മുടെ ഒരു ഡാർക്കസ്റ്റ് ബ്രൗൺ കളറാണ്. അപ്പം അതുപോലെ തന്നെയാണ് ഈ ഐബ്രോ പെൻസിലും വരുന്നത്. അപ്പം ഈ കളർ ബ്ലാക്ക് എടുക്കാതെ ഈ ഒരു കളറിലെടുക്കുക. അത് ഇവിടുന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് ലൈറ്റായിട്ട് താഴോട്ടും അറിയാത്ത രീതിയിൽ ഇങ്ങനെ വിടുക. ഇതിൻ്റെ ഇപ്പുറത്തൊരു ബ്രഷ് ഉണ്ട്, അതുകൊണ്ട് ടച്ച് ചെയ്ത് ഡെയിലി ഉപയോഗിക്കാൻ നല്ലൊരു പെൻസിലാണ്. ലിപ്സ്റ്റിക്ക് ലൈനർ ആദ്യം കൊടുക്കുക. ചുണ്ട് വലുതാക്കേണ്ടവർക്ക് ഇച്ചിരി ഇതിന്റെ ഔട്ടർ ലൈനിൽ കൂടെ ഇടുക. മറ്റേത് ചെറുതാക്കണം എന്നുണ്ടെങ്കിൽ ഇന്നർ ലൈനിൽ കൂടെ വരയ്ക്കണം. ലിപ്സ്റ്റിക് ഇടുമ്പോൾ എപ്പോഴും ലിപ്സ് ഡ്രൈ ആയിട്ടിരിക്കുവാണെങ്കിൽ ലിപ്സ്റ്റിക് ലാസ്റ്റ് ചെയ്യാൻ എളുപ്പമുണ്ട്. അതുപോലെ ലിക്വിഡ് ലിപ്സ്റ്റിക് ആയിരിക്കും ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. ഇനിയിപ്പം വേണമെങ്കിൽ മാത്രം നമ്മൾ പൗഡർ ഇട്ടാൽ മതി. അല്ലെങ്കിൽ ഈ ഒരു ഫിനിഷിങ് മതി എന്നുണ്ടെങ്കിൽ ഈ ഒരു ഫിനിഷിങ് മതി. ഇല്ലെങ്കിൽ ഇപ്പം നമുക്ക് ആവശ്യത്തിന് മേക്കപ്പ് ഉണ്ടെന്ന് തോന്നിയാൽ ഇത് മതി. പിന്നെ ഒരു ഗ്ലോയ്ക്ക് വേണ്ടി ഒന്ന് ടച്ച് ചെയ്ത് വിടുക പൗഡർ.
ഏകദേശം ഒരു സിമ്പിൾ മേക്കപ്പ് കഴിഞ്ഞു. Very pretty. താങ്ക് യു. ഇതിനകത്ത് ഈ പ്രോഡക്റ്റുകൾ ഉപയോഗിച്ച് എന്തെങ്കിലും കാണണമെന്നുണ്ടോ? ആ ബ്ലഷ് ഒക്കെ നല്ലതാണ്. അതിന്റെ ഇങ്ങനത്തെ നിങ്ങളുടെയൊക്കെ കൈ കാണുമായിരിക്കും. ഈ ഷീജ ഈ ഒരു ഇച്ചിരി മിഡിൽ ഏജ് ഒക്കെ ആയി കഴിയുമ്പോൾ ഇങ്ങനെ ഇച്ചിരി ഹൈപ്പർ പിഗ്മെന്റേഷൻ ഒക്കെ വരുവാണെങ്കിലും ആ കറക്ടറും കൺസീലറും കുറച്ച് മാറ്റാൻ പറ്റുമോ? മെലാസ്മ പോലെ വരികയല്ലേ ചിലപ്പം. ചെറിയ ഇത്. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കറക്ടർ പിന്നെ ഇപ്പൊ എല്ലാവർക്കും ഒരാൾക്ക് സ്വന്തമായിട്ട് മേടിക്കുവാണെങ്കിൽ അത് കടയിൽ പോയി നോക്കി മേടിക്കുക അവനവന്റെ കളറിന്. അതുപോലെ ഈ ഫൗണ്ടേഷൻ ആണെങ്കിൽ എനിക്ക് തോന്നുന്നത് ഇവിടെയൊക്കെ നമ്മൾ സഫോറയിലോ ഇവിടെ എല്ലാം ചെല്ലുമ്പോൾ ഇവിടുത്തുകാർ നമുക്ക് തരുന്നത് നമ്മുടെ കളറിനെ ഒന്നോടെ ഡാർക്ക് ആക്കുന്ന ഫൗണ്ടേഷനെ തരുന്നതെന്ന് തോന്നുന്നു. അവര് തരുന്നതിലും എന്റെ അഭിപ്രായത്തിൽ ഒരു ഇച്ചിരിയുടെ ലൈറ്റർ എടുക്കുമായിരിക്കും നമ്മുടെ സ്കിന്നിന് നല്ലത്. അതുപോലെ ടെസ്റ്റ് എടുത്ത് കറക്ടർ ഒക്കെ ആണെങ്കിലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാമല്ലോ. നോക്കിയിട്ട് കറക്ടർ എടുക്കുക. എപ്പോഴും രണ്ട് കളർ മിക്സ് ചെയ്താലായിരിക്കും നമ്മുടെ സ്കിന്നിലോട്ട് യോജിച്ച് പോകുന്നത്. ഒറ്റ കളറ് തന്നെ ഇതാകത്തില്ല. ആ ഒരു നെബുലൈൻ്റെ മാക്കിന്റെ ഒരു പാലറ്റ് പോലെ ഇത് മേടിച്ചാലും നല്ലതായിരിക്കും. ഇതിനകത്താണ് ഈ കളറുകളെല്ലാം ഉണ്ടല്ലോ. ഇങ്ങനെ ഇത് പിന്നെ ഇപ്പൊ എല്ലാം കഴിഞ്ഞപ്പോൾ ഫിക്സിംഗ് സ്പ്രേ ഉണ്ട് കേട്ടോ. ആ ഒരു ഫിക്സിംഗ് സ്പ്രേയും കൂടെ അടിക്കുവാണെങ്കിൽ മേക്കപ്പിന് ഒരു ഗ്യാരണ്ടി. വൈകുന്നേരം വരെയൊക്കെ നിന്നോടും. ഇവിടെയൊക്കെ രാവിലെ ഒരുങ്ങിയാൽ വൈകിട്ടല്ലേ. ഇതുപോലത്തെ ഒരു ഫിക്സിംഗ് സ്പ്രേ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ നമുക്ക് ഇതിനകത്ത് Okay, Shija. It was so good, and we are so glad like you gave your time. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു മണിക്കൂർ മദേഴ്സ് ഡേയുടെ ഈ സമയത്ത് ഒരു മദേഴ്സ് ഡേ ഗിഫ്റ്റ് ആയിട്ട് ഷീജ ഒരു മണിക്കൂർ ഞങ്ങൾക്ക് തന്നതിന് ഒത്തിരി താങ്ക് യു. ഓക്കെ, ഒത്തിരി നന്ദി. എനിക്ക് ഇങ്ങനെ ഒരു അവസരം തന്നതിനും നന്ദി. അപ്പം പറഞ്ഞെങ്കിലും അപ്പൊ എനിക്കിങ്ങനെ ഒരു ക്ലാസ് എടുത്തൊന്നും വലിയൊരു എക്സ്പീരിയൻസ് ഒന്നും ഇല്ലാത്ത ആളാണ്. അപ്പം നമ്മള് കസ്റ്റമറെ ചെയ്യുന്നു എന്നുള്ളതല്ലാതെ ക്ലാസ് എടുക്കാറില്ലല്ലോ. അപ്പൊ പ്രീന പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു എന്താണേലും ഒന്ന് ചെയ്യാം. പക്ഷെ ഒത്തിരി നന്നായിരുന്നു. ഞങ്ങൾക്ക് ഇങ്ങനെ എല്ലാവർക്കും ഞങ്ങളൊക്കെ ഒത്തിരി ഇങ്ങനെ മേക്കപ്പ് ഒന്നും ഷീജയുടെ ഒക്കെ പ്രായമായിരിക്കും. നമ്മുടെ ഇപ്പോഴത്തെ പിള്ളേർക്കൊക്കെ അറിയാം. പക്ഷെ എന്റെയൊക്കെ ഏജ് ഗ്രൂപ്പിനൊക്കെ ഇതൊരു ഒത്തിരി ഇൻഫർമേറ്റീവ് ആയിരുന്നു. അപ്പം we are so thank you and very grateful. Okay, and on the behalf of WFNA we appreciate you. Thank you so much. എല്ലാവർക്കും ഓക്കെ, താങ്ക് യു. കാണാം. ഓക്കെ, എല്ലാവരും ഓക്കെ ഉണ്ടോ? ആർക്കും എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ബിഫോർ വി ജസ്റ്റ് ലീവ്? Anybody has any comments or any queries to ask Shija? I think they are all okay. All right, thank you, Shija. Thank you so much. Okay, thank you. Bye. Okay, we can